ഹായ് ഗൈസ്, ഞാനാണ് ജോഹാൻ. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ജോക്കുട്ടൻ എന്നാണ്. ഞാൻ പുതിയ ചാനൽ തുടങ്ങുന്നുണ്ട്. കിട്ടിയാൽ ചട്ടി അല്ലെങ്കിൽ തോട്ടി എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങുന്നുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ തുടങ്ങാൻ പ്രചോദനം തന്നത് ഫിഷിംഗ് ഫേസിലെ ചെബിച്ചേട്ടനാണ്. ഗൈസ്, ഞാനിന്ന് എൻ്റെ കരിമുഖത്തിലെ മീനെ പിടിക്കുകയാണ്. ഞാനിന്ന് പിടിക്കുന്നത് ചപ്പാത്തി മാവിൻ്റെ അടയം കൊണ്ടാണ്. ഞാൻ ഇത്ര നേരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും കിട്ടിയില്ല. ചെറുതായിട്ടൊന്ന് കൊത്തുന്നേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം കൊത്തി കിട്ടുമോ. ഗൈസ് കൊത്തുന്നുണ്ട്. കൊത്തുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങനെ കിട്ടി കുഞ്ഞിതായി കുഞ്ഞ എന്നെത്തിയില്ല. ഗൈസ്, ഞാനിപ്പോൾ എങ്ങനെ കുളത്തുനിന്ന് കാണിച്ചതാണ്. ഈ കുളത്തിൻ്റെ ഈ വശം കണ്ടോ, അതുമേ ഒന്ന് കയറ്റിയിട്ട് ഇത് മൊത്തം ഇങ്ങനെ കുളത്ത് കാണാൻ പാടാത്ത രീതിയിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ കമ്പ് മാത്രം കാണാം. എന്നിട്ട് നമ്മൾ ചൂണ്ടെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചൂണ്ടിട്ട് അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ കടിക്കുമ്പോൾ ആ ചൂണ്ട കൊത്തുന്നുണ്ട്. അതിങ്ങനെ വന്ന് കവിഞ്ഞ് തിന്നുമ്പോൾ ആ ചൂണ്ട അതിൻ്റെ വായിൽ കൊടുക്കും. ഗൈസ്, അത് അവർ കൊണ്ടുപോയിക്കുന്നു. ഗൈസ്, നമുക്കിനി രണ്ടെണ്ണം കൂടെ കിട്ടണം. ഇനി നമ്മൾ എന്തും ചെയ്യണം കേട്ടോ. കുളത്തിൽ നിന്ന് കുറച്ച് മതി ഗൈസ്. ഇങ്ങനെ കളത്തി വയ്ക്കണം. കൊത്തുന്നുണ്ട് ഗൈസ്, കൊത്തുന്നുണ്ട്. ഗൈസ്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും പിടിക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു വരലിനെ പിടിച്ചു നോക്കാം. എൻ്റെ അപ്പയാണ് വരലിനെ പിടിക്കുന്നത്. ഗൈസ്, ഇതിനകത്ത് ഇരിക്കുന്നത് കുഞ്ഞു മീനുകളാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് പിടിച്ചു വെക്കാം. ഇപ്പം ഞാൻ അപ്പുറത്തൊരു കുളത്തിൽ വരലിനെ നോട്ടം ഇട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ പിടിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി പിടിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വരലിനെ പിടിക്കാനുള്ള കുഞ്ഞുങ്ങളെ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയ മാർഗ്ഗമാണ്. ഒന്നെങ്കിൽ പൂഞ്ഞാനെ പിടിക്കാം, അല്ലെങ്കിൽ തവളേനെ പിടിക്കാം. പൂഞ്ഞാനാണ് പെട്ടെന്ന് കൊത്തുന്നത്. അപ്പോൾ പൂഞ്ഞാനെ പിടിക്കാനുള്ള എളുപ്പം എല്ലാവരും കോരിയാണ് പിടിക്കുന്നത്. ഇത് ഞങ്ങളുടെ പുതിയ ഐഡിയ ആണ്. ഈ വെട്ടിലിനെ പിടിച്ചിട്ട് ഒരു നൂലെടുത്ത് അതിനകത്ത് കെട്ടി ഇത് ആ കുളത്തിലേക്ക് ഇടുമ്പോൾ പൂഞ്ഞാൻ വന്നതിനെ തിന്നും. അപ്പോൾ നമുക്ക് പൂഞ്ഞാനെ കിട്ടും. എന്നിട്ട് അത് കുളത്തിൽ ചേർത്തിട്ട് വരലിൻ്റെ കുഞ്ഞുങ്ങളുടെ അങ്ങോട്ടിട്ടാൽ നമുക്ക് വരലിനെ കയറി കടിക്കാൻ കിട്ടും. ഗൈസ്, ഞാനിപ്പോൾ പൂഞ്ഞാനെ പിടിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും വരലിനെ പിടിക്കാൻ എളുപ്പമാവും. ഈ വെട്ടിലിനെ പിടിച്ചിട്ട് നൂലിൽ കെട്ടിയിട്ട് കുളത്തിലേക്ക് ഇടുമ്പോൾ പൂഞ്ഞാൻ വന്ന് പിടിക്കും. അപ്പോൾ നമുക്ക് പൂഞ്ഞാനെ പിടിക്കും.
താക്കണ്ട ചെറുതായിട്ട് താത്താ. ഗൈസ് പൂഞ്ഞാനെ കിട്ടി നമുക്ക്. ഞാൻ എടുത്തെടുത്ത് പൂഞ്ഞാനെ കിട്ടി ഗൈസ്. ഇനി നമുക്ക് വരാനെ പിടിക്കാം ഗൈസ്. അല്ലടാ പൂഞ്ഞാനെ ഗൈസ് അവിടെ വരാലും മക്കളും ഇപ്പോൾ ഉണ്ട്. അപ്പം നമുക്ക് പൂഞ്ഞാനെ കുളത്തിട്ട് അതിനകത്തേക്ക് ഇടാം. നമുക്കിത് കുളത്തിലേക്ക് കൊടുക്കാം. ഞാനങ്ങോട്ട് പോയപ്പം വരാനും മക്കൾ ഇച്ചിരി അങ്ങോട്ട് നീങ്ങി. അപ്പോൾ ഞാൻ അപ്പനോട് പറഞ്ഞു അപ്പ ഒന്ന് പിടിച്ചു തരാമെന്ന്. അപ്പോൾ അപ്പ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പയ്ക്ക് കിട്ടുമെങ്കിൽ കിട്ടി. ഇത് പാലില്ലാത്ത കുളമാണ്. അപ്പോൾ വരാലിനെ പിടിക്കാൻ ഇച്ചിരി ഒരു പാടാണ്. അപ്പോൾ നമ്മൾ പിടിക്കും ഗൈസ്. പിടിക്കില്ലേ ഗൈസ്? പിടിക്കും, നമ്മൾ പിടിച്ചിരിക്കും വരാൽ. അപ്പോൾ നമുക്ക് വരാലിന് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് വരാലിനെ പിടിച്ചിരിക്കണം ഗൈസ്. നമ്മൾ വരാൽ ചൂണ്ടിയിട്ടിട്ട് കുറച്ച് നേരമായി. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം വരാലും എല്ലാം കുടുങ്ങിയിട്ടുണ്ടോന്ന്. ഗൈസ് നമുക്ക് വരാല് കിട്ടിയില്ല. അപ്പം നമുക്ക് ഇന്ന് രാവിലെ പിടിച്ച കരിമീനും കൊണ്ട് നമുക്ക് സംതൃപ്തി പെടാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഞാൻ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരും. ഞാൻ ആ വാക്ക് പഠിച്ചിട്ടും വരും. ബൈ ഗൈസ്. സംതൃപ്തി.